നമസ്കാരം. സുൽത്താൻ ബീറ്റ് സിഗ്നലിലേക്ക് സ്വാഗതം. മീനച്ചൂടിനെ പോലും വകവയ്ക്കാതെ ലക്ഷക്കണക്കിന് ആളുകൾ മീനം 20-ാം തീയതി നെന്മാറയിലേക്ക് എത്തുന്നുണ്ട്. അതിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ, നെന്മാറ വല്ലങ്ങി വേല. പൂരങ്ങളുടെ പൂരം തൃശ്ശൂർ പൂരമാണെങ്കിൽ വേലകളുടെ വേല എന്ന് പറയുന്നത് നെന്മാറ വല്ലങ്ങി വേലയാണ്. ആ ഒരു നെന്മാറ വല്ലങ്ങി വേല ഇപ്പം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാവശ്ശേരി പൂരത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അതിനകത്ത് എനിക്ക് കൂടുതൽ വന്ന കമൻസ്, അതുപോലെ തന്നെ പേഴ്സണലായും കൂടുതലായി വന്ന കമൻസ് എല്ലാം തന്നെ, മെസ്സേജസും എല്ലാം തന്നെ നെന്മാറ വേലയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നില്ലേ, നെന്മാറ വേലയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതുപോലെ നിങ്ങളെപ്പോലെ തന്നെ കട്ട വെയിറ്റിംഗ് ആണ് ഞാനും. ഇപ്പം ഞാൻ നെന്മാറ വേലയുടെ ആനപ്പന്തൽ ഉണ്ടാക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ്. അപ്പം ആനപ്പന്തലിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഇതൊരു ചെറിയൊരു ട്രെയിലർ മാത്രമാണ്. അപ്പം വേല വരാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റിംഗ് ആണ്. നമുക്ക് ആദ്യം ആനപ്പന്തൽ കാണാം. നെന്മാറ ദേശത്തിൻ്റെ പന്തലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ പന്തലിൻ്റെ പണി തുടങ്ങിയത് ഏകദേശം മീനമാസം 1-ാം തീയതിയാണ്. അപ്പം ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പം ഈ പന്തലിൻ്റെ ഈ ഒരു ഇത് കെട്ടിക്കഴിഞ്ഞ ശേഷമാണ് പിന്നെ അടുത്ത ലൈറ്റ് വർക്ക് തുടങ്ങുന്നത്. അതും ഏകദേശം ഒരാഴ്ച ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ഏകദേശം ഒരു 15 പേരോളം ദിവസം നിന്ന് പണി ചെയ്യുന്നുണ്ട്. മാർച്ച് 15-ാം തീയതി മുതൽ തുടങ്ങിയ പണി ഇന്നിപ്പം 24-ാം തീയതിയാണ് ഇന്ന്. അപ്പം ഇന്നും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നെന്മാറ ദേശമാണെങ്കിലും അതുപോലെ തന്നെ വല്ലങ്ങി ദേശമാണെങ്കിലും രണ്ട് ദേശങ്ങളും ഓരോ കാര്യത്തിനും മത്സരമാണ്. വെടിക്കെട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും, ആനകളെ അണിനിരക്കുന്ന കാര്യത്തിലാണെങ്കിലും, അതുപോലെ തന്നെ പന്തലിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ മത്സരമാണ്. അപ്പം നമ്മളിപ്പം കണ്ടത് നെന്മാറയുടെ പന്തലിൻ്റെ വിശേഷങ്ങളാണ്. അപ്പം നമ്മൾ നെന്മാറ പന്തലിന് ശേഷം നമ്മൾ പോകുന്നത് ഇനി വല്ലങ്ങി പന്തലിലേക്കാണ്. ഇപ്പം എൻ്റെ പുറകെ കാണുന്നതാണ് നെല്ലിക്കുളങ്ങര ഭഗവതി അമ്പലം, പിന്നെ അതുപോലെ തന്നെ നെന്മാറയുടെ പന്തലും. ഇനിയിപ്പം നമ്മൾ പോവേണ്ടത് അവിടെ നെന്മാറ, അതാണ് വല്ലങ്ങിയുടെ പന്തൽ. അപ്പോൾ വല്ലങ്ങിയുടെ പന്തലിലേക്ക് നമ്മൾ പോകുന്നത്. നെന്മാറ ദേശത്തിൻ്റെ പന്തലിൻ്റെ പണി ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും വല്ലങ്ങി ദേശത്തിൻ്റെ പന്തലിൻ്റെ പണി ആവുന്നതേ ഉള്ളൂ. ഇവിടെയും അതുപോലെ തന്നെ 15 പണിക്കാർ ദിവസം നിന്ന് ചെയ്യുന്നുണ്ട്. എങ്കിലും അവരുടെ പണി ആയിട്ടില്ല. പക്ഷേ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ പണി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പന്തൽ തന്നെ ആയിരിക്കും വല്ലങ്ങിയുടെ പന്തൽ. അതുപോലെ തന്നെയാണ് നെന്മാറയുടെയും പന്തൽ. പക്ഷേ അവരുടെ വർക്ക് ഏകദേശം കുറച്ചുകൂടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ഇതാണ് വല്ലങ്ങിയുടെ പന്തൽ. പണിക്കാർ ഈ ഒരു വേനൽ ചുള്ളിൽ നിന്നും ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കഷ്ടപ്പാട് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. ഈ പണിയെടുക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ്. കാരണം നമ്മൾ വരുന്ന സമയത്ത്, നമ്മൾ വേലയ്ക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആനപ്പന്തലുണ്ടാവും, അതുപോലെ തന്നെ വെടിക്കെട്ടുണ്ടാവും, ആനകളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു നമ്മുടെ പ്രതീക്ഷ തെറ്റിക്കാതെ എല്ലാ കൊല്ലത്തെയും പോലെ ഇക്കൊല്ലം ഇവർ ഈ ഒരു വെയിലത്തും തളരാതെ കഠിനമായി പ്രയത്നിക്കുന്നുണ്ട്. നല്ലൊരു സല്യൂട്ട് നമുക്ക് അവർക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പണിക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് അവർക്ക് അതിനുള്ളൊരു ഫലം, നമ്മൾ വേലയ്ക്ക് വരുന്ന സമയത്ത് പന്തൽ നന്നായിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്നാണ് അവർക്ക് ആ ഒരു അഭിനന്ദനങ്ങൾ കിട്ടുന്നത്.
ഏപ്രിൽ 3-ാം തീയതി, അതായത് മീനമാസത്തിലെ 20-ാം തീയതി, ഈ ഒരു വേനൽ ചൂടിലും മീനച്ചൂടിലും തളരാതെ ജനങ്ങളെല്ലാവരും നെന്മാറിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, നമ്മുടെ നെന്മാറ വല്ലങ്ങി വേല. പാലക്കാടുകാരുടെ മാത്രം ആഘോഷമല്ല, കേരളം ഒട്ടാകെയുള്ള, അതല്ലെങ്കിൽ തമിഴ്നാട്, കോയമ്പത്തൂർ, പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി പേരാണ് നമ്മുടെ നെന്മാറ വല്ലങ്ങി വേലയ്ക്ക് വേണ്ടി വരുന്നത്. അപ്പം ഈ പറഞ്ഞ എല്ലാവരും തന്നെ ഇവിടെ വരുന്നത് ആഘോഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ചൂടിനെ പോലും പ്രതിരോധിച്ച് രാവിലെ മുതൽ നെന്മാറ വല്ലങ്ങി വേല ദിവസം രാവിലെ മുതൽ ആളുകൾ ഇവിടെ എത്തി തുടങ്ങുന്നു. അപ്പം ഇവരുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷ ഇത്തവണത്തെ വേല പൊളിക്കും, കിടുക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രതീക്ഷ തന്നെയാണ് എനിക്കും. തൃശ്ശൂർ, മലപ്പുറം, അതുപോലെ തന്നെ കോഴിക്കോട്, എറണാകുളം എന്നിങ്ങനെ നിരവധി ജില്ലകളിൽ നിന്ന്, കേരളത്തിലെ നിരവധി ജില്ലകളിൽ നിന്ന് നിരവധി പേരാണ് ഈ ഒരു ദിവസം ഇവിടെ നെന്മാറിൽ എത്തിച്ചേരുന്നത്. അപ്പം നമുക്ക് അവരെല്ലാവരെയും വരവേൽക്കാൻ റെഡിയായിരിക്കാം. നമ്മുടെ പാലക്കാട്, കടലും കായലും ഇല്ലാത്ത പാലക്കാട് എന്താണ് ആഘോഷമെന്ന് മറ്റുള്ള ആളുകൾ നമ്മളോട് ചോദിക്കും. മറ്റുള്ള ജില്ലക്കാരും മറ്റുള്ള സംസ്ഥാനത്തിലെ ആളുകൾ നമ്മളോട് ചോദിക്കും പാലക്കാട് എന്താണ് ആഘോഷം. പക്ഷേ പാലക്കാടിൻ്റെ ആഘോഷം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആഘോഷം. ഇതാണ് നമ്മുടെ ആഘോഷം, ഇതാണ് നമ്മുടെ ഉത്സവം, ഇതാണ് നമ്മുടെ വേല. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം നെന്മാറ വേലയ്ക്ക് നടന്ന കുറച്ച് കാഴ്ചകളും വെടിക്കെട്ടിൻ്റെ കുറച്ച് കാഴ്ചകളും നമുക്ക് കാണാം. അപ്പം ഇതൊരു ട്രെയിലർ മാത്രമാണ്, ഞാൻ മുമ്പ് പറഞ്ഞത് ഇതൊരു ട്രെയിലർ മാത്രമാണ്. ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് ഒന്നുകൂടെ ഒരു എനർജറ്റിക് ആയിട്ടിരിക്കാം, കാരണം ഈ വരുന്ന നെന്മാറ വല്ലങ്ങി വേലയെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കഴിഞ്ഞ വർഷത്തെ കുറച്ച് കാഴ്ചകളായിട്ട് പെട്ടെന്ന് തിരിച്ചു തരാം. ഇപ്പം നമ്മൾ കണ്ട കാഴ്ചകൾ ഇതുപോലെ തന്നെ ഈ വർഷവും ഇതിലും കൂടുതൽ കാഴ്ചകളും ഇതിലും കൂടുതൽ ആനകളും ഇതിലും കൂടുതൽ വെടിക്കെട്ടുകളും ഉണ്ടാവുമെന്ന ഒരു പ്രതീക്ഷയോടെ, നിങ്ങളെപ്പോലെ തന്നെ ആ ഒരു പ്രതീക്ഷയോടെ തന്നെ ഞാനും നെന്മാറ വല്ലങ്ങിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്തെത്തിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പേജ് സുൽത്താൻ ബേറ്റ്സ് ചാനൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സുൽത്താൻ ബേറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.